പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ വേദപുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. प्रभु की स्तुति हो. आइए हम प्रार्थना करके इस बाइबल अध्ययन की तरफ बढ़ेंगे. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങൾ ഈ വേദ പഠന ക്ലാസ്സിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തെ ചോദിക്കുന്നു. हमारे पिता और हमारे परमेश्वर, हम आपका सानिध्य इस बाइबल अध्ययन के लिए हम मांगते हैं. തിരുവചനം പഠിപ്പിക്കുവാൻ കർത്താവേ ഞങ്ങൾക്കൊരു കൃപ തരണമേ. അത് സംസാരിപ്പാൻ അടിയന്റെ നാവിനെയും അധരത്തെയും ശുദ്ധീകരിക്കണേ. पिता परमेश्वर, इस पवित्र शास्त्र को पिता परमेश्वर पढ़ाने के लिए हमारे अधरों को पिता आप शुद्ध करिएगा. കേൾക്കുന്ന ചെവികളെയും ഹൃദയങ്ങളെയും അങ്ങ് ശുദ്ധീകരിക്കണേ. पिता, इस जो इस वचन को सुनता है उन सबको, उनके कानों को और साथ ही साथ उनके दिलों को आप शुद्ध कीजिएगा. പഠിക്കേണ്ടത് പഠിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും കർത്താവ് കൃപ തരണേ. जो हम पढ़ते हैं उसको सीखने के लिए और साथ साथ उसका उपयोग करने के लिए आप हमें सिखाइए. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. वो यीशु मसीह के नाम से आमीन. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള ലവോദിക്കിയ സഭയ്ക്കുള്ള ലേഖനമാണ് നാം പഠിക്കാൻ പോകുന്നത്. आज प्रकाशित वाक्य के आखिरी जो कलीसिया जो हम देखते हैं, लौदीकिया कलीसिया, वो 3रे अध्याय उसके 14वें आयत से 22वें आयत तक का हम अध्ययन करेंगे. എല്ലാ ലേഖനത്തെയും പോലെ സഭയുടെ ശുശ്രൂഷകന്, സഭയുടെ ദൂതന് എഴുതി ആരംഭിക്കുന്നു. हर एक लेख के समान ही यहाँ पर देखते हैं कि जब लिखा गया है तो सब वहाँ पर दूत को लिखा गया है. യേശു സംസാരിക്കുന്നതായിട്ടാണ് ആരംഭം. शुरुआत में हम देखते हैं कि यीशु मसीह बात करते हैं. പരിശുദ്ധാത്മാവ് എല്ലാ സഭകളിലുമുള്ള ചെവിയുള്ള എല്ലാവരോടുമായി സംസാരിച്ച് നിർത്തുന്നു. आखिर में हम देखते हैं कि पवित्र आत्मा कलीसियाओं में जिन को कान है उनको सुनने के लिए बात करते हैं. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അഥവാ യേശു സഭയ്ക്ക് പുറത്തായി. सबसे ज़्यादा आश्चर्यचकित करने वाली जो बात यहाँ पर हम देखते हैं और वो ये है कि प्रभु यीशु मसीह ऐसे बोलते हैं कि मैं द्वार पे खड़े होकर खटखटा रहा हूँ. ഇവിടെ യേശു തന്നെത്താൻ പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ, 7 നക്ഷത്രം വഹിക്കുന്നവൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. जब प्रभु यीशु मसीह अपने आप का यहाँ परिचय देते हैं तो बोलते हैं कि मैं प्रभु का 7 आत्माओं का और 7 तारों को रखने वाला हूँ. 7 ആത്മാവെന്നത് ദൈവ പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണ്ണതയെ കുറിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് എല്ലാ സമ്പൂർണ്ണമായ ഇടങ്ങളിലും പ്രവർത്തിക്കുന്നു. हम देखते हैं 7 आत्माओं का मतलब यही होता है कि वो संपूर्णता को दिखाता है. और जैसे हम लोग देखते हैं कि कई सारे कार्यालयों को वो उसमें काम करते हैं. 7 നക്ഷത്രം തന്റെ വലങ്കയിൽ പിടിച്ചുവെന്ന് പറയുന്നത് 7 സഭകളോടും തനിക്ക് ഒരുപോലെ ബന്ധമുണ്ടെന്നത്രേ. जब 7 तारों को अपने हाथों में रखते हैं, पकड़े हुए हैं, तो इसका मतलब यही है कि 7 कलीसियाओं से उनका संबंध है. സഭയോട് പറയുമ്പോൾ പറഞ്ഞു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. यहाँ पर हम देखते हैं कलीसिया से कहते हैं कि तू ठंडा भी नहीं और ना ही तू गर्म है. നിന്നെ തള്ളാനും പറ്റത്തില്ല, നിന്നെ അംഗീകരിക്കാനും പറ്റത്തില്ല. तुझे धकेल भी नहीं सकता, तुझे मैं अंगीकार भी नहीं कर നീ सकता. ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. तू कहीं का भी नहीं है, ऐसे एक संदर्भ में आ खड़ा നീ हुआ है. ശീതവാനായിരുന്നെങ്കിൽ നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നീ ഉഷ്ണവാനായിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. तू ठंडा होता तो भी चलता मेरे लिए, या तू गर्म होता तो और भी अच्छा होता. ഇത് രണ്ടുമല്ലാത്ത ഒരു പരിതസ്ഥിതിയിലായി. अब इन दोनों में से कुछ भी नहीं है, ऐसे एक स्थिति में आ നീ बैठा है. ശീതവാനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ച് ശിക്ഷിക്കുമായിരുന്നു. अगर तू ठंडा होता तो मैं तुझे हमेशा के लिए त्याग कर तेरे को सजा मिल देता. നീ ഉഷ്ണവാനായിരുന്നെങ്കിൽ നിന്നെ എൻ്റെ സന്നിധിയിൽ അംഗീകരിച്ച് മാനിക്കുമായിരുന്നു. अगर तू गर्म होता तो मैं तुझे अपने सानिध्य में तुझे मैं अंगीकार करके मैं तुझे प्रतिफल देता. ഇത് രണ്ടുമല്ലാത്തതിനാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിന്നു കളയും. तू इन दोनों में से कुछ भी नहीं है, इसलिए मैं तुझे अपने मुंह से उगलने पर हूँ. നല്ലതെന്നോ തീയതെന്നോ അഭിപ്രായം പറയാതെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയും. अच्छा या गंदा हो, मैं ऐसा कोई अभिप्राय दिए बिना मैं तुझे हमेशा के लिए त्याग दूंगा. ഡോക്ടർ പോൾ യോങ്കിച്ചൗ ഒരിക്കൽ ഈ ആശയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. डॉक्टर पॉल योंगिचो एक बार इसके बारे में कहते हैं, ദൈവത്തിന് വേണ്ടത് എപ്പോഴും ഉഷ്ണവാന്മാരെയാണ്. प्रभु को जो पसंद है वो व्यक्ति है जो हमेशा गर्म है. ചുട്ടുപഴുത്ത ബ്രാൻഡാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ബ്രാൻഡ്. उनको आग के भट्टी में लगाए हुए ऐसे लोगों की जरूरत है. പരിശുദ്ധാത്മാവിനെ പലതിനോട് ഉപമിക്കുന്നുണ്ട്. തീയോടാണ് പരിശുദ്ധാത്മാവിനെ ഉപമിക്കുന്ന ഒരു ഉപമാനം. पवित्र आत्मा को कई सारी चीजों के साथ तुलना की गई है उनकी, पर सबसे ज्यादा जो जिनकी उनके साथ तुलना की गई है वो यही है आग. ആത്മാവിനെ കാറ്റിനോട് ഉപമിക്കുന്നു, പ്രാവിനോട് ഉപമിക്കുന്നു, കഴുകനോട് ഉപമിക്കുന്നു, പലതിനോട് ഉപമിക്കുന്നു. हम देखते हैं कि आत्मा को कई बार पंछियों की तरह या कई प्रकार के हवाओं की तरह उनकी तुलना की गई है. പക്ഷേ പോൾ യോങ്കിച്ചോ ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ പോലും ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങായോടും ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പച്ചവെള്ളത്തോടും പരിശുദ്ധാത്മാവിനെ ഉപമിച്ചിട്ടില്ല. അത് ശീതവാൻ അല്ല.
पर हम देखते हैं कि डॉक्टर योंगिचो ऐसे बोलते हैं कि कभी भी पवित्र आत्मा को फ्रिज के अंदर रखे हुए गए ठंडे पानी की तरह या किसी पपीते की तरह नहीं माना गया है। പരിശുദ്ധാത്മാവ് ചൂടനാണ്. पवित्र आत्मा जो है वो गर्म है। തനിക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യും. 7 ആത്മാക്കളുണ്ട്, 7 ക്രിയകളുണ്ട്, എല്ലാം തന്നെ പൂർണ്ണതയാണ്, പക്ഷേ ചൂടുള്ള ക്രിയകളാണ്. हम देखते हैं कि वो अपने जो कार्य उनके हैं वो हमेशा जरूर करते हैं। 7 आत्माओं को वो रखते हैं और उनका क्रिया करते हैं और वो गर्म है। സഭയുടെ ആരംഭത്തിങ്കൽ സഭ ചൂടുള്ളതായിരുന്നു. कलीसिया की शुरुआत में आरंभ में वो गर्म थे। അപ്പോസ്തലന്മാരുടെ നിഴൽ വീണ രോഗികൾ സൗഖ്യമായി. हम देखते हैं कि प्रेरितों के परछाई से लोग चंगा हो जाते हैं। മരിച്ചവരെ അപ്പോസ്തലന്മാരും യേശുവും എഴുന്നേൽപ്പിച്ചു വിട്ടു. हम देखते हैं कि कई सारे मरे हुए लोगों को भी उन लोगों ने जिलाया। സാമ്പത്തിക വിഷയത്തിൽ അനധികൃതമായി ഇടപെട്ട് ആവശ്യമില്ലാത്തത് ചെയ്തവരെ കുഴിച്ചിടേണ്ട സാഹചര്യം സഭയ്ക്കുണ്ടായിരുന്നു. हम देखते हैं कि अपने पैसों के मामलों में जो लोगों ने गलत काम किए तो उन लोगों को ऐसी शिक्षा मिली कि वो उसी समय मर गए और उनको दफनाना तक पड़ गया। ആത്മാവ് ശിക്ഷിക്കുന്നതായിരുന്നു, രക്ഷിക്കുന്നതായിരുന്നു, സഹായിക്കുന്നതായിരുന്നു, ചൂടുള്ളതായിരുന്നു. आत्मा जो था उस समय वहां पर समझाता था, उधार देता था और साथ साथ सजा भी करता था और गर्म भी था। ഇടയ്ക്കിടയ്ക്ക് ശീതവാന്മാരുണ്ടായിട്ടുണ്ട്. बीच बीच में हम देखते हैं कुछ ऐसे ठंडे लोग भी थे। അങ്ങനെയുള്ളവരെ ദൈവം ശിക്ഷിച്ചു മാറ്റി. उनमें से हर एक व्यक्ति को प्रभु ने सजा दिया और हटाया। ഇവിടെ ഇത് രണ്ടുമല്ല, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. पर हम यहाँ देखते हैं कि तू ना ही ठंडा है और ना ही गर्म है। വേറൊരു ഭാഷയിൽ ഇവിടെ സാത്താൻ ഒരു വിഭാഗം ആളുകളുണ്ട്, ദൈവത്തിനും ഒരു വിഭാഗം ആളുകളുണ്ട്. दूसरे एक भाषा में अगर समझे तो ऐसा लिखा हम समझ सकते हैं कि एक विभाग है शैतान का और दूसरा विभाग है परमेश्वर का। സാത്താൻ സഭയുടെ അകത്ത് സിംഹാസനം വെച്ച ചരിത്രം നമ്മൾ നേരത്തെ കണ്ടു. നീ പാർക്കുന്നത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമാണ്, സാത്താൻ ഇരിക്കുന്ന ഇടമാണ് എന്ന് പറഞ്ഞു. हम देखते हैं कि शैतान, हमने देखा इतिहास में लिखा हुआ कि शैतान ने कलीसिया के अंदर अपने सिंहासन को रख दिया था और इसलिए ही हम देखते हैं कि तू ठंडा हो गया है। വേറൊരു ഭാഗത്ത് യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ആളുകളും സഭയ്ക്കകത്തുണ്ട്. दूसरे एक जगह में हम देखते हैं कि यीशु मसीह की जगह है, यीशु मसीह का समूह है और यीशु मसीह के जन है। രണ്ടും ഇടകലർന്നു പോകുന്നതിനാൽ ശീതവാനുമല്ല ഉഷ്ണവാനും എന്നതിനാൽ ഞാൻ നിന്നെ എന്നേക്കുമായി ലജ്ജയോടെ തള്ളിക്കളയേണ്ടതായി വരുന്നു. तू दोनों हिस्सों में नहीं है, तू ना ही ठंडा है ना ही तू गर्म है और इसलिए तुझे त्यागना जरूरी पड़ गया। 17ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ जब 17वें आयत में हम आते हैं, ഞാൻ ധനവാനാണ്, എനിക്കെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു എന്ന് നീ പറയുന്നു. तू कहता है कि मैं धनी हूँ और धनवान हो गया हूँ और मुझे किसी वस्तु की घटी नहीं है। പക്ഷെ ഞാൻ നോക്കുമ്പോൾ നീ നിർഭാഗ്യവാനാണ്, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്. और जब मैं देखता हूँ तो तू अभागा है, तू तुच्छ है, कंगाल और अंधा और नंगा है। നിന്റെ സ്വന്തം സാഹചര്യം പോലും നിനക്ക് അറിഞ്ഞുകൂടാ. तू अपने खुद के अवस्था को भी नहीं समझ पा रहा। നിന്റെ അഭിപ്രായത്തിൽ നീ സമ്പന്നനാണ്, ധനവാനാണ്, ഒന്നിനും മുട്ടില്ല. तेरे मन के हिसाब से तू धनी व्यक्ति है, तू धन्य है, तुझे किसी वस्तु की कमी नहीं है। സഭയ്ക്ക് അതിൻ്റെതായ ഒരു സെക്യൂരിറ്റി ബോധമുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്നൊരു ബോധമുണ്ട്. कलीसिया को अपने हिसाब से उस चीज में एक अवस्था है कि वो समझ जाते हैं कि सब कुछ ठीक है। ഞാൻ ഇതിനോട് ചേർന്ന് വേദപുസ്തകത്തിന്റെ വെളിയിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം പറയട്ടെ. मैं इस चीज के बारे में पवित्र शास्त्र के बाहर से एक चीज आपके सामने रखना चाहता हूँ। ഈ അന്തിമകാലത്ത് സാത്താനെ ആരാധിക്കുന്നവർ ധാരാളമുണ്ട്. इस आखिरी अंत समयों में हम देखते हैं कि शैतान की आराधना करने वाले कई सारे लोग हैं। സാത്താനെ ആരാധിക്കുന്നവർ സാത്താനോട് പ്രാർത്ഥിക്കുന്ന 6 പ്രാർത്ഥനാ പോയിന്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. शैतान से प्रार्थना करने वाले लोगों के 6 ऐसे पॉइंट होते हैं जिनको वो रख के प्रार्थना करते हैं, उनको मैंने लिखे हुए देखा तक है। അതിലൊരു പ്രധാനമായ പോയിന്റ് ഇങ്ങനെയാണ്, उसमें से प्रधान जो एक पॉइंट है वो ये है that Christian should become complacent. ക്രിസ്ത്യാനികൾ അവരിൽ തന്നെ സംതൃപ്തരായി മാറണം. कि जो मसीही व्यक्ति है वो ऐसे ही हो जाने चाहिए कि उनको कुछ फर्क ना पड़े। അവരുടെ കുറവുകൾ എന്ത് എന്നവർ അറിയരുത്. उनकी कमियां क्या है उनको समझना नहीं चाहिए। അതേ കാര്യമാണ് കർത്താവ് അന്തിമ സഭയോട് പറയുന്നത്, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. और वही है जो यीशु मसीह यहाँ कहते हैं कि तू ये सोचता है कि मैं धनी हूँ, मैं धनवान हूँ, मुझे किसी चीज की कमी नहीं है। സാത്താൻ അറിയാം ഇങ്ങനെ ഒരു അവസ്ഥയിൽ സഭ എത്തിയാൽ അവിടെ കൊണ്ട് ദൈവം അതിനെ ഉപേക്ഷിക്കും, പിന്നെ ആ സഭയെ വളർത്തിയെടുക്കുവാൻ എളുപ്പമല്ല. शैतान जानता है कि अगर सभा जो है ऐसे एक मुकाम पे आ खड़ी होगी तो जो प्रभु यीशु मसीह हैं उसको त्याग देंगे। പക്ഷെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ നിന്നെ സത്യമായി അറിയുന്നു, ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയാം, നീ നിർഭാഗ്യവാനാണ്. पर प्रभु यीशु मसीह बोलते हैं कि मैं तुझे सही तरीके से जानता हूँ और मैं तुझे ये बात बताता हूँ कि तू अभागा है, നീ അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്. तू तुच्छ है, तू कंगाल है और तू अंधा है। നിനക്ക് കാഴ്ച ലഭിക്കണമെന്ന് എനിക്ക് ആശയുണ്ട്.
तुझे तुझे तेरे अंधेपन को हटाना है, मैं मेरी इच्छा है वो। നിന്നെ വസ്ത്രം ധരിപ്പിക്കണം എന്ന് എനിക്ക് ആശയുണ്ട്. मेरी इच्छा है कि मैं तुझे कपड़े पहनाऊं। നിന്നെ ധനികനാക്കണം എന്ന് എനിക്ക് ആശയുണ്ട്. मेरी इच्छा है कि मैं तुझे धनवान बनाऊं। പക്ഷേ ഇതിനാവശ്യമുള്ള വസ്തുതകളും എൻ്റെ കയ്യിലുണ്ട്. पर इन सब चीजों की जो जो जरूरत चीजें हैं वो सब मेरे हाथों में हैं। നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നിനക്ക് വേണം. तू ठंड तेरे को तू अच्छा होने के लिए तू ताकि तू सम्मति पा पाए उसके लिए तू मुझसे आग में मोल लिया गया सोना ले। നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് നിനക്ക് വെള്ള ഉടുപ്പ് വേണം. तेरे नंगेपन की लज्जा को हटाने के लिए तू श्वेत वस्त्र मुझसे ले। നിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ ലേപം വേണം. और तेरे आंखों में लगाने के लिए तू मुझसे सुरमा ले। ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ये सब कुछ मेरे पास है, പക്ഷേ നീ അതിന് വില മുടക്കിയേ മതിയാകും. पर तू इन सब चीजों के लिए एक तेरे को दाम चुकाना जरूरी സഹോദരങ്ങളെ, है। മറക്കരുത്, ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ. मेरे भाइयों और बहनों, एक चीज मैं बताना चाहता हूँ जो आप भूलिएगा ना। യേശു നമുക്ക് തരുന്ന രക്ഷ സൗജന്യമാണ്, നാം വില മുടക്കേണ്ടതില്ല. यीशु मसीह जो हमें उद्धार देते हैं वो किसी उसका कोई दाम नहीं है। നാം വില മുടക്കിയല്ല രക്ഷ കരസ്ഥമാക്കുന്നത്, ദൈവം നമുക്ക് ദാനമായി സൗജന്യമായി തരികയാണ്. वो हम लोग दाम चुका के नहीं है जो उद्धार पाते हैं, प्रभु यीशु मसीह हमें खुद ही देते हैं। പക്ഷേ വലുതും നമുക്ക് സമ്പത്തുണ്ടാക്കേണ്ടതിനാണെങ്കിൽ വില കൊടുത്തേ മതിയാകും. पर अगर हम लोगों को उसमें उसमें पैसे कमाने हैं, उसमें और बढ़ना है, तो उसके लिए दाम चुकाना जरूरी താങ്കൾ है। കേവലം രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രമായില്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം വളർന്നേ മതിയാകും. आपको सिर्फ रक्षा या उद्धार पाना काफी अकेला नहीं है, आपको प्रभु यीशु मसीह में बढ़ना भी जरूरी है। വളർച്ചയ്ക്ക് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി അങ്ങ് വില മുടക്കിയേ മതിയാകും. आपके बढ़ोतरी के लिए और प्रतिफल के लिए हम लोग को दाम चुकाना जरूरी है। രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യമില്ല, വില മുടക്കേണ്ടതില്ല, ഈസിയായി ജീവിക്കാം, വന്നതുപോലെ ജീവിക്കാം എന്ന് പറയുന്നവരുണ്ട്. कई सारे लोग हैं जो ऐसे बोलते हैं कि उद्धार पाने के बाद मुझे कुछ करने की जरूरत नहीं है, बस अपने जीवन को ऐसे ही बिताना काफी है। അവരെയാണ് അരിഷ്ടന്മാർ, ദരിദ്രന്മാർ, കുരുടന്മാർ എന്ന് തിരുവചനം വിളിക്കുന്നത്. उन्हीं को है जो प्रभु पवित्र शास्त्र बोलता है कि तुम अभागा, तुच्छ और कंगाल हो। അതുകൊണ്ട് നീ എന്തൊക്കെ വേണം വിശദമായി ചിന്തിക്കാം. और अगर ऐसा है तो तुम्हें क्या क्या करना जरूरी है उसको हम विस्तार में ഒന്ന്, पढ़ेंगे। നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ് വേണം. पहला ऐसा लिखा हुआ है कि श्वेत वस्त्र मुझसे ले ले, जो कि तू वो पहनेगा तो तेरे नंगेपन को तू हटा सकता है। വെള്ള എന്നത് വിശുദ്ധിയെ കുറിക്കുന്നതാണ്. श्वेत जो है वो पवित्रता को दर्शाता നീ है। ദൈവിക നിർമ്മലനായി മാറണം. तू प्रभु यीशु मसीह में तू निर्मल होगा। എന്നോട് വെള്ള ഉടുപ്പ് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി प्रभु ഉപദേശിക്കും. यीशु मसीह बोलते हैं कि तू मुझसे श्वेत वस्त्र तू दाम लेके मुझसे ले। വിശുദ്ധ ജീവിതത്തിന് വില മുടക്കിയേ മതിയാകും. पवित्र जीवन को अगर जीना है तो आपको एक दाम चुकाना जरूरी വിശുദ്ധ है। ജീവിതത്തിന് എന്താണ് നാം വില മുടക്കേണ്ടത്? पवित्र जीवन जीने के लिए क्या है वो दाम? അതിന് വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായേ മതിയാകും. और अगर ऐसा है तो उसमें पवित्रता का अर्थ क्या है वो हमें जानना जरूरी है। ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം മുതൽ എടുത്തു വായിച്ചാൽ ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. हम देखते हैं उत्पत्ति की किताब पहले अध्याय के पहले वाक्य में ऐसा लिखा है कि शुरुआत में प्रभु ने आकाश और पृथ्वी की सृष्टि की। ദൈവം ഭൂമിയിൽ മനുഷ്യനെ പിന്നത്തേതിൽ സൃഷ്ടിച്ചാക്കി. हम देखते हैं कि प्रभु यीशु मसीह परमेश्वर ने मनुष्य के उसके बाद भूमि में बनाया। മനുഷ്യന് ആവശ്യമുള്ളത് സകലതും ദൈവം ഏദനിൽ അദ്ദേഹത്തിന് വേണ്ടി കരുതി. मनुष्य को जो जो चीजें जरूरत थी ये प्रभु ने उन सब चीजों को एदन में बना के रखा। ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം അവനെ ധരിപ്പിച്ചു. प्रभु ने अपने तेजस्वी रूप में बनाए गए वस्त्र को उसको पहनाया। ദൈവത്തോടു കൂടെ മനുഷ്യൻ ചില നാളുകൾ സഞ്ചരിച്ചു. पिता के साथ, परमेश्वर के साथ मनुष्य उस समय कुछ साल तक रहा। ഒരു ദിവസം അവൻ പാപത്തിൽ അകപ്പെടുകയും ദൈവം അവനെ ഏദനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. और उसके बाद जब एक बार पाप में जब मनुष्य गिर गया तो तभी उसको एदन से बाहर भगाना पड़ा, കാരണം അവൻ നഗ്നനെന്ന് അവൻ തിരിച്ചറിഞ്ഞു. क्योंकि वो समझ गया कि वो नंगा है। ഞാൻ ഒന്നുകൂടെ മടങ്ങി വരട്ടെ. मैं एक और बार वापस आना चाहता ദൈവം हूँ। മനുഷ്യനെ സൃഷ്ടിച്ച ഏദനിലാക്കി. प्रभु परमेश्वर ने मनुष्य को सृष्टि करके उन्होंने एदन में रखा। അവന് ആവശ്യമുള്ള സകലതും കൊടുത്തിരുന്നു. उसको जो जो चीजें की जरूरत थी वो सब कुछ उसको 6 दिया। ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ കർത്താവ് പൂർത്തീകരിച്ചു. 6 दिनों में परमेश्वर ने ऐसे सारी चीजों को किया। 7-ാമത്തെ ദിവസത്തെക്കുറിച്ച് ദൈവം പറഞ്ഞു, 7-ാമത്തെ ദിവസത്തെ ഞാൻ ശുദ്ധീകരിക്കുകയാണ്. 7वें दिन के बारे में परमेश्वर ऐसे बोलते हैं कि 7वें दिन को मैं पवित्र मानता हूँ। അതിനെ ശബത്ത് എന്ന് വിളിച്ചു. उसको उन्होंने शबत बुलाया। ശബത്ത് നാളിൽ സാമാന്യ വേലയൊന്നും ചെയ്യരുത്. शबत के दिन पे ऐसे सामान्य रूप में काम करना मना है। ശബത്ത് വിശുദ്ധ ദിവസമാണ്. शबत जो है एक पवित्र दिन है। അന്ന് സാമാന്യമായതൊന്നും ചെയ്യരുത്. उस दिन सामान्य रूप में और कुछ काम नहीं करना। സാമാന്യത്തിൽ നിന്ന് അകന്നു മാറുന്നതിനെ അത്ര വിശുദ്ധം എന്ന് വിളിക്കുന്നത്. पवित्रता को वही कहते हैं कि सामान्य रूप में जो जो किए जाते हैं उन सब से हटकर।
മാത്രമല്ല തിരുവചനത്തിലെ പ്രധാന പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ अगर हम पवित्र शास्त्र में जो प्रधान रूप में जो भविष्यवक्ता है उनके किताबों में आते हैं तो യെസക്കിയേലൊക്കെ പറയുന്നത് സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പുരോഹിതന്മാർ ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. एहezकेल की किताब में ऐसे लिखा हुआ है कि सामान्य और पवित्र चीजों के बीच में जो अंतर है पुरोहित लोग वो अपने लोगों को ലേവ്യ बताएं. പുസ്തകവും പറഞ്ഞു സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പുരോഹിതന്മാർ ജനത്തിന് പറഞ്ഞു കൊടുക്കണം. लेवी व्यवस्था के पुस्तक में भी यही लिखा हुआ है कि जो सामान्य और पवित्र चीजों के बीच में जो अंतर है पुरोहित लोग अपने जन को बताएं. നമ്മിൽ പലരും പറയാറുള്ളത് ഒരു സാധാരണ ജീവിതം നയിച്ചാൽ മതിയാകും. അല്ല, വിശുദ്ധമാകേണ്ടതിന് സാമാന്യ ജീവിതമല്ല, വിശുദ്ധ ജീവിതം തന്നെ നയിക്കണം. हम में से कई लोग ऐसे सोचते होंगे कि सामान्य रूप में जीवन जीने से काफी रहेगा, पर मैं आपको कहना चाहता हूं कि पवित्र जीवन बिताना जरूरी है അതിന് നാം വിലമുടക്കിയേ മതിയാകും. और उन चीजों के लिए हम लोग को दाम चुकाना बेहद जरूरी വളരെ है. വിലമുടക്കിയെങ്കിൽ മാത്രമേ വിശുദ്ധ ജീവിതം കഴിയുകയുള്ളൂ. बहुत मात्रा में एक दाम चुकाना हम लोग को जरूरी है ताकि हमें पवित्र जीवन जी पाए. എന്റെ സ്നേഹിതന്മാരോട് പലപ്പോഴും എനിക്ക് വേർപാട് ആചരിക്കേണ്ടതായി വരും. मेरे दोस्तों और मेरे मित्रों के साथ कई बार मुझे ऐसे अलग होकर जीना जरूरी पड़ അവരിൽ जाएगा. പലരും സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിപ്പാൻ കഴിയാത്തതിനാൽ അവരുടെ കൂട്ടുകെട്ട് പലപ്പോഴും ഞാൻ വെടിയേണ്ടതായി വരും. उनके बातों के जैसे जैसे वो बात करते हैं वैसे अपने जीवन में मैं बात नहीं कर सकता, तो हो सकता है कि उनकी जो दोस्ती है मुझे तोड़नी पड़े. തങ്ങളുടെ കുഞ്ഞുങ്ങൾ മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ സാധാരണ കുട്ടികളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ വിലക്കി നിർത്താറുണ്ട്. अपने बच्चों को एक सामान्य रूप में नहीं पर एक अच्छे तरीके से आगे बढ़ाने वाले जो भी पिता और माता पिता लोग होते हैं वो चाहते हैं कि वो अपने ऐसे वैसे बच्चों के साथ ना दोस्ती करे. അതുപോലെ തന്നെ ദൈവവും തന്റെ കുഞ്ഞുങ്ങളെ സാധാരണക്കാരിൽ നിന്ന് അകറ്റി നിർത്താറുണ്ട്. और वैसे ही हम देखते हैं कि परमेश्वर भी अपने बच्चों को साधारण लोगों से हटा के रखते हैं. അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നാം വിലമുടക്കിയേ മതിയാകും. उन सारे ऐसे स्थानों में हम लोग को एक दाम चुकाना मजबूरी ഇംഗ്ലീഷിൽ है. ഒരു പാട്ടുണ്ട്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: इंग्लिश में अंग्रेजी में एक ऐसा गाना है, उसका अर्थ ये है എല്ലാവരും പാടുന്നത് പോലെ എനിക്ക് പാടുവാൻ പറ്റുകയില്ല, കാര്യം ഞാൻ ദൈവപൈതലാണ്. हर एक व्यक्ति जैसे गाता है मुझे गाना जरूर मुश्किल है, मैं वैसा नहीं गा सकता. എല്ലാവരും സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുകയില്ല, കാര്യം ഞാൻ ദൈവപൈതലാണ്. बाकी लोग जैसे बात करते हैं वैसे मुझे बात करना मुमकिन नहीं है क्योंकि मैं परमेश्वर का पुत्र हूँ. എല്ലാവരും ഭക്ഷിക്കുന്നത് പോലെ എനിക്ക് ഭക്ഷിപ്പാൻ കഴിയുകയില്ല, ഞാൻ ദൈവപുത്രനാണ്. हर कोई जैसे खाता है वैसे मुझे भी खाना मुश्किल है क्योंकि मैं परमेश्वर का पुत्र हूँ. പലരും കുടിക്കുന്നത് കുടിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, ഞാൻ ദൈവപൈതലാണ്. बाकी लोग जो कुछ पीते हैं वो सब कुछ मुझे पीना मुमकिन नहीं है क्योंकि मैं परमेश्वर का पुत्र हूँ. അതെ, ഞാൻ വിലമുടക്കിയെങ്കിലേ മതിയാകും. जी हाँ, मुझे दाम चुकाना जरूरी നിന്റെ है. നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുക. अपने नंगेपन की लज्जा वो प्रस्तुत ना हो इसलिए तू मुझसे श्वेत वस्त्र मोल ले. ലോകത്തിൽ എവിടെ നിന്നും വാങ്ങുവാൻ ഒക്കത്തില്ല, എന്നോട് തന്നെ വിലയ്ക്ക് വാങ്ങണം. इस दुनिया में कहीं से भी खरीदना मुमकिन नहीं है, तू मुझसे आके ही वो खरीद सकता है. നാം ലോകത്തിൽ ഇറങ്ങി വാങ്ങിയാൽ ലോകത്തിന്റെ മാനദണ്ഡമായിരിക്കും. अगर हम लोग इस दुनिया से कुछ खरीदते हैं तो वो दुनिया के अनुसार होगा. പക്ഷെ നാം ദൈവിക മാനദണ്ഡത്തിൽ പോകേണ്ടതിന് എന്നോട് തന്നെ നീ വിലയ്ക്ക് വാങ്ങിയേ മതിയാകും. पर अगर हम परमेश्वर के इच्छा अनुसार चलना चाहते हैं तो परमेश्वर से ही उनको हमें खरीदना पड़ेगा. രണ്ട്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. और दूसरा हम ये देखते हैं कि आग में ताया हुआ सोना मुझसे मोल ले ताकि तू धनी हो കേവലം जाए. പൊന്ന് നല്ല ഇവിടെ പറയുന്നത് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. तो हम लोग देखते हैं वहां पर सिर्फ धन या सोना अकेला नहीं लिखा, पर ये लिखा है कि आग में ताया हुआ തീയിൽ सोना. ഊതിക്കഴിച്ച പൊന്ന് എന്നതിന് ബൈബിൾ കൊടുക്കുന്ന അർത്ഥം എന്താണ്? आग में ताया हुआ अगर ऐसा लिखा है तो पवित्र शास्त्र में उसका अर्थ क्या है? വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്, ഏത് പൊന്നിനേക്കാളും നന്നായി കർത്താവ് നമ്മെ ശോധന ചെയ്യുന്നു എന്ന് തന്നെ ബൈബിൾ പഠിപ്പിക്കുന്നു. विश्वास के परखे जाने का एक बहुत बड़ा एक स्थान है और हम वही देखते हैं कि यहाँ पर भी वही लिखा है. പൊന്നിനകത്ത് എവിടെയെങ്കിലും വ്യാജമായത് എന്തെങ്കിലും ഉണ്ടോ, പൊന്നിനകത്ത് മാലിന്യമുണ്ടോ എന്ന് കാണേണ്ടതിന്. अगर उस सोने के अंदर कुछ भी ऐसी चीज है जो सोने के अलावा होती है उन सबको जानने के लिए, പൊന്ന് തീക്കകത്തിട്ട് ഉരുക്കി എടുത്തെങ്കിലേ മതിയാകുള്ളൂ. इसलिए ही उस सोने को आग में ताया जाता है. നമ്മുടെ വിശ്വാസ ജീവിതത്തെ പൊന്നുരുക്കുന്നത് പോലെ ഉരുക്കി ശോധന ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. हमारे विश्वास के इस जीवन को प्रभु यीशु मसीह ऐसे ही जैसे आग को आग में ताए जाते हैं वैसे ही हमें ताया जाता है. വില കൊടുത്താണ് തീയിൽ ഊതിക്കഴിക്കപ്പെടുന്നത്. दाम चुका के ही है कि आग में ताया जाता है. വീണ്ടും അതിന് വില കൊടുത്ത് വാങ്ങണമെന്ന് കർത്താവ് പറയുന്നു. प्रभु यीशु मसीह बोलते हैं कि तुम उसको
उसको दाम चुका के तुम मुझसे मोल लो। വേറൊരു ഭാഷയിൽ ഡബിൾ കോസ്റ്റ് ആണ് അതിന് കൊടുക്കേണ്ടത്, ഡബിൾ വിലയാണ് മുടക്കേണ്ടത്. दूसरे भाषा में अगर देखें तो दुगना दाम तो हमें चुकाना पड़ता है इन चीजों के लिए, എങ്കിൽ മാത്രമേ നീ ധനവാനാകുകയുള്ളൂ. तभी तुम धनी हो पाओगे। നിന്റെ അഭിപ്രായം നീ ധനവാനാണെന്നാ, तुम्हारे अनुसार तुम धनवान हो, അത് ലോകത്തിന്റെ മാനദണ്ഡത്തിൽ നോക്കുന്നത് കൊണ്ടാ. वो इसलिए क्योंकि तुम इस दुनिया के हिसाब से देखते हो। പക്ഷെ എന്റെ മാനദണ്ഡം വേറൊന്നാണ്. ഞാൻ പറയുന്നത് നീ ദരിദ്രനാ. पर मेरा जो हिसाब है, मेरा जो स्टैंडर्ड है वो अलग है। എന്നിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക. इसलिए तुम मुझसे वो दाम चुका के लो। 3, എന്റെ നോട്ടത്തിൽ നീ കുരുടനാണ്. तो तीसरा हम देखते हैं कि तुम मेरे अनुसार तुम अंधे हो। നിന്റെ കാഴ്ചപ്പാടിൽ നിനക്ക് കൊള്ളാമെന്ന് തോന്നുന്നു, എന്റെ കാഴ്ചപ്പാടിൽ നിനക്ക് കാഴ്ചയില്ല, അല്ലെങ്കിൽ നിന്റെ വിഷൻ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. तुम अपने हिसाब से देखो तो तुम्हें सब दिखाई देता है, पर तुम मेरे अनुसार देखोगे तो तुम बिल्कुल अंधे हो। നിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് ഒരു ലേപം ആവശ്യമാണ്. तुम अपने आंखों में लगाने के लिए तुम्हें सुरमा जरूर है ലോകത്തിൽ चाहिए। എങ്ങു നിന്നും ആ ലേപം ലഭ്യമല്ല. हर जगह से इस दुनिया में बिल्कुल वो मिल नहीं सकता है। ലോകത്തിന്റെ ലേപം വാങ്ങി പുരട്ടിയ ലോകക്കാർ കാണുന്നത് പോലെയായിരിക്കും നീ കാണുന്നത്. अगर इस दुनिया के हिसाब से तुम सुरमा लोगे, दुनिया से लोगे, तो तुम दुनिया वालों के जैसे ആ देखोगे। ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ബുദ്ധി ഉപദേശിക്കും. पर मुझसे वो सुरमा तुम खरीदो, मैं तुम्हें वो आज्ञा देता हूँ। വില മുടക്കിയ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നു. हम देखते हैं यहाँ पर दाम चुका के एक मसीही जीवन जीने के लिए കാരണം प्रभु നിന്റെ बोलते हैं। ജീവിതം എന്റെ മുൻപിൽ, നിന്റെ പ്രവൃത്തി എന്റെ മുൻപിൽ അപൂർണമാണ്. क्योंकि तुम्हारा जीवन जो है, तुम्हारे काम जो है, वो सब मेरे सामने संपूर्ण नहीं है। ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകുകയാണ് ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. इसमें से एक छुटकारा तुम्हारे लिए जो होना है वही है मेरी इच्छा। നീ ഉഷ്ണവാനായി മാറേണ്ടതിന് അത് നിനക്കുണ്ടെങ്കിലേ മതിയാകൂ. तुम्हें अगर एक गर्म इंसान बनना है तो वो तुम्हें जरूरत है। എന്നോട് ഇത് വിലയ്ക്ക് വാങ്ങുക. तुम मुझसे ये दाम चुका के लो। അതിന് ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. इसलिए ही तुम्हें मैं ऐसी सम्मति देता हूँ। ഇന്ന് പകൽ ബുദ്ധി ഉപദേശം സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം. आज जो ऐसे लोग हैं जो सम्मति लेते हैं, उनके लिए मैं प्रभु का धन्यवाद करता हूँ। സഭ സാമാന്യമായി ഇതിലേക്ക് താണുപോയി. कलीसिया जो है वो जो साधारण आचरणों की तरफ गिर गई। ദൈവരാജ്യം ഒരിക്കലും സാമാന്യമല്ല, ദൈവസഭ സാമാന്യമല്ല. जो प्रभु का राज्य है वो सामान्य रूप में नहीं है, और जो कलीसिया जो है वो साधारण नहीं है। നിത്യനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ ലോകപ്രകാരമുള്ള സാമാന്യമായ ഇതിലേക്ക് താഴുവാനുള്ളതല്ല, ദൈവികമായ മാന്യതയിൽ തുടരേണ്ടതാണ്. अनादि परमेश्वर जो है, उनका जो कलीसिया है वो सामान्य रूप में नहीं, जो अपने दिल से जो उन्होंने अपने खून को दे के हमारा उद्धार किया है, वो सामान्य नहीं है। അത് സാധിക്കാതെ വന്നതോടെ യേശു സഭയുടെ വെളിയിലായി. जब वो जो असंभव हो गया, जब वो कार्य नहीं सिद्ध हुआ, तो हम देखते हैं कि यीशु मसीह कलीसिया से बाहर हो गए। ഇപ്പോൾ പറയുകയാണ് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. और अब हम देखते हैं कि प्रभु यीशु मसीह ऐसे बोलते हैं कि मैं दरवाजे पे खटखटा रहा हूँ। ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, कोई भी अगर मेरी आवाज को सुन के दरवाजे को खोले, സഭയുടെ ദൂതൻ വന്ന് വാതിൽ തുറക്കാനല്ല, तो ऐसे नहीं कहा गया है कि सभा के या कलीसिया के दूत को आके दरवाजा खोलना पड़े। എന്റെ ശബ്ദം കേൾക്കുന്ന ആർക്കും വാതിൽ തുറക്കാം. मेरी आवाज सुनने वाला कोई भी इस द्वार को खोल सकता है। ഞാൻ അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും. मैं उसके साथ भीतर जाके उसके साथ भोजन करूंगा। എന്റെ ബന്ധവും എല്ലാവരോടും ചേർന്നല്ല. मेरा जो संबंध है वो सबके साथ नहीं है। സഭയ്ക്കകത്ത് ആത്മീയരെന്ന് പറയുന്നവർ അനേകർ കണ്ടെന്നു വരാം. कलीसिया के अंदर आत्मिक लोग करके बहुत सारे हो सकते हैं। എന്റെ ബന്ധം അവരോടുകൂടെ അല്ല. मेरा जो संबंध है उनके साथ नहीं है। തങ്ങളുടെ വീഴ്ചകളും താഴ്ചകളും മനസ്സിലാക്കി വാതിൽ തുറന്ന് എനിക്ക് പ്രവേശനം തരുന്നവരോട് കൂടെ അത്താഴം കഴിക്കേണ്ടതിന് അവരുടെ അടുക്കൽ ഞാൻ അകത്തു വരും. जो लोग अपने पराजय और अपने हार को समझते हैं और उसके अनुसार मेरे सामने मन फिरा के खड़े होते हैं, उन्हीं के साथ है मेरा ഇന്ന് संबंध। പകൽ നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾ സാമാന്യമായതിലേക്ക് തരം താണുപോയി. आज हम लोग अब इस सुबह के समय में ऐसे बोल पाए प्रभु से कि प्रभु हम लोग साधारण आचरणों में गिर വില गए। മുടക്കേണ്ട പലയിടങ്ങളിലും വില മുടക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. दाम जहाँ चुकाना था वहाँ हर उन जगहों पे हम लोग दाम नहीं चुका पाए। അടിയങ്ങളിൽ നിന്നൊരു ദൈവിക വില അങ്ങ് മാനിച്ച് അംഗീകരിക്കണമേ. हम लोगों से प्रभु हम एक ऐसा आत्मिक रूप में एक ऐसा दाम आप हमसे അങ്ങ് लीजिएगा। മുട്ടുന്ന ശബ്ദത്തിന്റെ പ്രതിഫലനം ഞാൻ അറിയുന്നു. आपके जो खटखटाने का जो प्रतिफल है मैं वो जानता हूँ। എന്റെ ഹൃദയത്തിന്റെ വാതിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തുറക്കുന്നു. मेरे हृदय के द्वार को मैं आपके लिए खोलता हूँ। അങ്ങ് എന്നിലേക്ക് വരണമേ. आप मेरे अंदर आइएगा। എന്റെ വിശുദ്ധിയുടെ നിലവാരം മാറും. मेरे पवित्रता का जो स्तर है वो अलग हो जाएगा। എന്റെ ആത്മിക സമ്പത്തിന്റെ നിലവാരം മാറും. मेरे आत्मिक जो संपत्ति है उसका स्तर बदल जाएगा। എന്റെ ആത്മിക കാഴ്ചപ്പാടുകൾക്ക് ഒരു സമൂല പരിവർത്തനം ഉണ്ടാകും. मेरे आत्मिक रूप में जो मैं चीजें देखता हूँ उन सब चीजों का जो स्तर है वो बदल जाएगा। ദൈവിക മാനദണ്ഡത്തിൽ ചിന്തിക്കും.
ചിന്തിക്കുവാൻ തുടങ്ങും. मैं प्रभु के आचार विचारों के अनुसार चलने लगूंगा. ദൈവം ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുമോ അതായിരിക്കും എന്റെയും നോട്ടം. जैसे प्रभु मेरे बारे में या किसी एक चीजों के बारे में सोचते हैं, विचार करते हैं, वैसे ही मेरे विचार हो जाएंगे. അങ്ങ് അടിയനോട് കൂടെ അത്താഴം കഴിക്കണമേ. आप मेरे साथ भोजन कीजिएगा. എന്താണ് ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം? क्या है इस चीज का अर्थ जो यहाँ पर लिखा है कि मैं उसके साथ भोजन करूंगा? യേശുവിന്റെയും ശിഷ്യന്മാരുടെയും കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. यीशु मसीह और चेलों के उस एक जब वो समय था जब एक साथ रहते थे वो लोग, तो उस समय यहूदियों के बीच में एक ऐसा एक आचार था. രണ്ട് വ്യക്തികൾ തമ്മിൽ ഏതെങ്കിലും ഒരു പ്രയാസമുണ്ടായി ഒരല്പം മാനസികമായി അകന്നു പോയാൽ, अगर दो व्यक्तियों के बीच में एक विभिन्नता आए तो उनके बीच में कैसे वो काम करते हैं? അവർ തമ്മിൽ വീണ്ടും അടുത്തു വരണമെങ്കിൽ അതൊരു ആഹാരത്തിന്റെ മുമ്പിലായിരിക്കും. तो उनके बीच में जो दोस्ती या वापस वो संबंध वापस जुड़ने के लिए वो भोजन करते थे. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്താഴം ഒരുക്കാം, നിങ്ങളോടുകൂടെ അത്താഴം കഴിക്കാം. तो प्रभु यहाँ पर यीशु मसीह ऐसे बोलते हैं कि मैं तुम्हारे लिए एक भोजन तैयार करूंगा, तुम्हारे लिए तुम और मैं एक साथ मिलकर നാം खाएंगे. തമ്മിൽ വന്നുപോയ അകൽച്ചകൾ ഇവിടം കൊണ്ട് തീരട്ടെ. हमारे बीच में जो भिन्नता आई है वो आज से हट जाए. വീണ്ടും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. आज फिर से हम एक साथ यात्रा करें. ഈ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. एक साथ खाना या भोजन करने का मैं एक उदाहरण आपके सामने प्रस्तुत करना चाहता हूँ. നമ്മുടെ കർത്താവായ യേശു മരിച്ചുയർത്തെഴുന്നേറ്റു. हमारा परमेश्वर यीशु मसीह मरने के बाद जी उठे. പക്ഷെ പഴയതുപോലെ ശിഷ്യന്മാരോട് ചേർന്ന് നടന്നില്ല. पर पुराने समय के जैसे वो चेलों के साथ एक साथ नहीं चल रहे അവൻ थे. തന്റെ ശിഷ്യന്മാർക്ക് കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുകയും ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പഴയതുപോലെ ചെയ്തില്ല. वो प्रभु यीशु मसीह जो थे अपने चेलों के साथ बीच बीच में आके मिलते थे और पहले के जैसे नहीं थे, और बीच बीच में आके उनको प्रभु के राज्य के बारे में बताते थे और साथ ही साथ जो जो होने वाला है उसके बारे में बताते थे. സദാസമയം അവരോടുകൂടെ നടന്നിരുന്ന യേശു ഇപ്പോൾ സദാസമയം അവരോടുകൂടെ ഇല്ലാതെയായി. जो सर्वदा उन चेलों के साथ चलते थे, अब देखते हैं कि सर्वदा वो यीशु मसीह उनके साथ नहीं चल रहे हैं. ഒരു ദിവസം പത്രോസ് മറ്റു സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? एक बार पतरस बाकी भाइयों से बोलते हैं कि मैं तो मछली पकड़ने जा रहा हूँ, तुम लोग क्या सोचते हो? 10 പേരും പറഞ്ഞു, ഞങ്ങളും വരികയാണ്. बाकी जो 10 लोग थे वो बोलते हैं हम भी आ रहे हैं. മറക്കരുത്, പണ്ടൊരിക്കൽ അവർ യേശുവിനോട് പറഞ്ഞതാണ്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ്. आप ये भूलिएगा नहीं कि उन्होंने पहले ऐसे प्रभु यीशु मसीह से कहा था कि हम लोगों ने सब कुछ त्याग के आपके पीछे आए हैं. ഇപ്പോൾ മനസ്സിലാകുന്നു, സകലതും വിട്ടുവെന്ന് പറഞ്ഞത് സത്യമല്ല, അവർ സകലതും വിട്ടിരുന്നില്ല. हम लोग आप समझ सकते हैं कि उन लोगों ने सब कुछ त्याग के नहीं आए थे. ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. मैं मछली पकड़ने जा रहा हूँ. 10 സഹോദരന്മാരും പറഞ്ഞു, ഞങ്ങളും മീൻ പിടിക്കാൻ വരികയാണ്. जो बाकी 10 भाई लोग थे उन्होंने भी यही बोला कि हम भी मछली पकड़ने आ रहे हैं. മറക്കരുത്, 10 പേരും മീൻപിടുത്തക്കാരായിരുന്നില്ല. आप ये भूलिएगा नहीं कि 10 के 10 लोग जो थे वो मछुआरे नहीं थे. അതിനകത്ത് ചുങ്കക്കാരുണ്ടായിരുന്നു. മത്തായി ചുങ്കക്കാരനായിരുന്നു. उसमें से एक व्यक्ति जो था वो टैक्स कलेक्टर था. അങ്ങനെ പലതും ചെയ്തിരുന്നവരുണ്ട്. അവരെല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പോൾ പറയുകയാണ്, നേതാവ് മീൻ പിടിക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും പിന്മാറ്റത്തിലേക്ക് വരികയാണ്. और फिर भी हम देखते हैं कि जब 10 के 10 एक साथ मिलके बोलते हैं कि हमारा जो अगुवा है वो तो मछली पकड़ने जा रहे हैं, इसलिए हम भी जा रहे हैं. അവർ 11 പേരും കൂടെ മീൻ പിടിക്കാൻ പോയി. और वो 11 के 11 लोग एक साथ मिलके मछली पकड़ने जा ഒരു रहे हैं. രാത്രി മുഴുവനും ശ്രമിച്ചിട്ടും അവർക്കൊന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല. एक पूरी रात्रि उन्होंने काम किया पर उनको कोई प्रतिफल नहीं मिला. രാവിലെ യേശു കടൽക്കരയെത്തി. सुबह सुबह हम देखते हैं कि यीशु मसीह वहां पर उस किनारे आते हैं. അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? वो ऐसे पूछते हैं कि बच्चों क्या तुम्हारे पास भोजन के लिए कुछ है? അവർ പറഞ്ഞില്ല, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നുമില്ല. वो बोलते हैं कि नहीं प्रभु, हम लोग रात पूरा काम किए हैं पर कुछ नहीं मिला. യേശു പറഞ്ഞു, എങ്കിൽ വന്ന് പ്രാതൽ കഴിക്കാം, നിങ്ങൾക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. तो यीशु मसीह ऐसे बोलते हैं कि आओ हम लोग सुबह का खाना एक साथ खाएंगे, मैंने तैयार किया है. അങ്ങനെ അവരെ വന്നു, അവരും കൂടെ പിടിച്ച ചില മീൻ കൊണ്ടുവരുവാൻ യേശു പറഞ്ഞു. അവർ പിടിച്ച മീനും കൊണ്ടുവന്നു. इसलिए वो लोग आए और साथ साथ उन लोगों ने जो जो मछलियां पकड़ी थी उनको भी वो लेके आए और वो एक साथ बैठे. യേശു ഒരിക്കലും അവർ കൊണ്ടുവന്നതും ചേർത്ത് അവർ ഒരുമിച്ച് ആഹാരം കഴിച്ചു. जो यीशु मसीह ने तैयार किया था और वो लोग जो लेके आए थे उन लोगों ने एक साथ रखे, उन्होंने भोजन ഒരുമിച്ച് किया. ആഹാരം കഴിച്ച ശേഷം യേശു പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? तभी एक साथ जब बैठ के खा रहे थे तो यीशु मसीह ऐसे पतरस से पूछते हैं कि पतरस, क्या तू इन बाकियों से भी ज्यादा मुझसे प्यार करता है? പത്രോസ് ഹൃദയം തുറന്ന് തന്റെ ബലഹീനത യേശുവിന്റെ മുമ്പിൽ സമ്മതിച്ചു. तभी पतरस जो है अपना दिल खोल के यीशु मसीह के सामने अपनी बलहीनता को कबूल करता है. അവർ ഒരുമിച്ച് പോകുവാൻ തീരുമാനിച്ചു. वो एक साथ फिर जाने के लिए
लिए तैयार हो गए। യഹൂദൻ ഒന്ന് പിണങ്ങിയാൽ പിന്നെ ഒരുമിച്ച് പോകണമെങ്കിൽ, ഒന്ന് വിഘടിച്ചാൽ പിന്നെ ഒരുമിച്ച് പോകണമെങ്കിൽ, മനസ്സൊന്നകന്നു പോയാൽ പിന്നെ ഒരുമിച്ച് പോകണമെങ്കിൽ ഒരാഹാരം കഴിക്കണം. अगर यहूदी व्यक्ति कोई भी अगर उनमें भिन्नता होती है या एक दूसरे के बीच में कुछ ऐसा घृणा का जो अवस्था आता है तो उनके बीच में भोजन खाना वो जरूरी समझते हैं। യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടുകൂടെ അത്താഴം കഴിക്കും. यीशु मसीह बोलते हैं कि मैं तुम्हारे साथ भोजन करूंगा। ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, कोई भी अगर मेरे आवाज को सुन के दरवाजे को खोलता है, ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. मैं भीतर आकर उसके साथ और वो मेरे साथ भोजन करेगा। എന്നോട് വീണ്ടും ബന്ധം പുലർത്തി ഒരുമിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, मेरे साथ फिर से प्रभु यीशु मसीह ऐसे हैं जो अपना संबंध बनाना ഞാൻ चाहते हैं। ശീതവാനും ഉഷ്ണവാനും അല്ലാത്തതിനാൽ എന്നെ ഉമന്നു കളഞ്ഞു പോകുവാനല്ല, പകരം എന്നെ ഉഷ്ണവാനാക്കി രൂപീകരിച്ച് എന്നോടുകൂടെ ഒരുമിച്ച് വസിക്കുവാൻ താല്പര്യപ്പെടുന്നവനായ കർത്താവ് എന്നെ വിളിക്കയാ. मैं ठंडा हूँ इसलिए या गर्म हूँ या दोनों में से कुछ नहीं हूँ, मैं गुनगुना हूँ, वो समझ के मुझे त्याग के जाने वाला परमेश्वर नहीं, पर मुझे गर्म बनाने वाला एक ऐसा परमेश्वर है यीशु मसीह। ജയിക്കുന്നവന് ഞാൻ ചില പ്രതിഫലം തരും. जय प्राप्त करने वाले लोगों को मैं कुछ प्रतिफल യേശുവിന് दूंगा। എന്നും ആവശ്യം ജയിക്കുന്നവരെയാ. यीशु मसीह को हमेशा ऐसे लोगों की जरूरत है जो जयवंत है। തന്റെ സഭാസ്ഥാപനത്തോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ എന്റെ സഭയെ ജയിക്കയില്ല. जब अपने कलीसिया को वो स्थापित करते हैं तो यीशु मसीह ऐसे बोलते हैं कि पाताल के जो फाटक है वो इसके खिलाफ नहीं जीत पाएंगे। അതായത് സഭയ്ക്ക് എന്നും പൈശാചിക ശക്തികളോട് ഒരു പോരാട്ടമുണ്ട്. इसका अर्थ यही है कि सभा को जो है हमेशा शैतान की ताकतों से हमेशा एक लड़ाई होती है। പൈശാചിക ശക്തികളെ നിങ്ങൾ ജയിക്കയില്ല. अगर हम इस देखें तो ऐसा लिखा गया है कि जो ये शैतान की ताकतें जो है तुम्हारे खिलाफ नहीं जीत പക്ഷേ सकती। ദൈവജനത്തിന് എന്നും പോരാട്ടമുണ്ട്. पर हम ये जानना हमें जरूरी है कि जो कलीसिया जो है उनको हमेशा शैतान के खिलाफ ഒരു विरोध പ്രാവശ്യം है। പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് തിന്നാൻ കൊടുക്കും. हम देखते हैं कहीं एक जगह पे लिखा है कि जयवंत जो व्यक्ति है उनको जो परमेश्वर का परदीसा है उधर उनको जीवन का फल मिलेगा। ഒരിക്കൽ പറഞ്ഞു, ജയിക്കുന്നവൻ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. एक और बार लिखा है कि जयवंत व्यक्ति जो है वो श्वेत वस्त्र पहन के मेरे साथ चलेगा। ജയിക്കുന്നവർക്കുള്ള ഓരോ കാര്യങ്ങൾ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. जीतने वाले व्यक्ति को एक एक जो चीज मिलेंगे उसके बारे में कई जगह वर्णन किया है। ഇവിടെ താൻ പറഞ്ഞു, ജയിക്കുന്നവന് എന്റെ പിതാവ് എനിക്ക് അധികാരം തന്നതുപോലെ ഞാൻ അധികാരം കൊടുക്കും. पर यहाँ पर लिखा है कि जय जो प्राप्त करता है उसको जो अधिकार मुझे मिला है मेरे पिता से वही मैं वापस ജയിക്കുന്നവനെ उसको ഞാൻ दूंगा। മാനിക്കും. जो जीत पाएगा उसको मैं मान അന്തിമ करूंगा। സഭയാണ് ലവോദിക്യ കാലഘട്ടം. आखिरी अंतिम समय काल या सभा है लौदीकिया। നമ്മോടുള്ള വ്യക്തിപരമായ ആലോചനയും കൂടെയാണ് ലവോദിക്കയ്ക്കുള്ള ആലോചന. हम में से हर एक व्यक्ति का जो व्यक्तिगत रूप में जो प्रभु के द्वारा की गई वाणी है वही है लौदीकिया सभा। ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. आत्मा कलीसिया से क्या कहता है वो ये सुन पाए जिनके कान हैं। ഇന്ന് പകൽ അനുസരിക്കുന്നവർ അവരെയാണ് ചെവിയുള്ളവരെന്ന് പറയുന്നത്. इस सुबह के समय पे हम लोग को जानना ये जरूरी है कि जो आज्ञा क्या रही व्यक्ति है वही है जो जिसके कान हैं। നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾ അങ്ങേ അനുസരിപ്പാൻ ആഗ്രഹിക്കുന്നു. आज हम लोग ये बोल पाए कि प्रभु मैं आपका आज्ञाकार बनना चाहता ഞാൻ हूँ, ഉഷ്ണവാനായി തന്നെ തുടരും. मैं गर्म रह के ही आगे बढ़ना चाहता हूँ। ദൈവം എനിക്ക് വേണ്ടി എത്രയും തേജസ്സോടെ ജ്വലിക്കുന്നുവോ അതേ തേജസ്സോടെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജ്വലിക്കുവാൻ ആഗ്രഹിക്കുന്നു. आप जैसे उस तेजस्वी रूप में मेरे लिए जलते हैं वैसे ही मैं भी आपके लिए जलना चाहता हूँ। സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനങ്ങളുടെ ഏറെക്കുറെ ഒരാകത്തുക നിങ്ങളുടെ മുമ്പിൽ വേഗത്തിൽ വയ്ക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मेरे भाइयों और बहनों, इस पवित्र शास्त्र में लिखे गए वो 7 कलीसियाओं के बारे में मेरे को अच्छी तरीके से एक संक्षिप्त रूप में आपके सामने प्रस्तुत करने का मौका मिला, उसके लिए मैं प्रभु का धन्यवाद വരൂ, करता നമ്മുടെ हूँ। ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. आइए हम लोग एक साथ मिलकर प्रभु के सामने अपने जीवन को समर्पित करें। യേശുവേ കർത്താവേ, ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. यीशु मसीह हमारे प्रभु आपके सामने हम लोग फिर से अपने आप को समर्पित करते हैं। ഇന്ന് പകൽ അടിയങ്ങളുടെ മേലൊരു ദൈവകൃപ പകർന്നതിനായി നന്ദി. आज हमारे ऊपर प्रभु परमेश्वर का एक कृपा आपने हम उंडेला, उसके लिए आप യേശുവിന്റെ धन्यवाद करते മഹത്വമുള്ള हैं। പാദത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. आपके महान रास्तों में हम लोग को चलने के लिए और पैरों पे आने के लिए हम लोग आपने जो मौका दिया उसके लिए धन्यवाद। യേശുവേ, ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിക്കണമേ. यीशु मसीह हम लोग आपसे अब हमारे बलहीनताओं के लिए माफी मांगते हैं। ഞങ്ങളുടെ ബലഹീന സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ച കരുണയ്ക്കായി സ്തോത്രം. आपने जो हमारे बलहीन संदर्भों से हमें बचाया उसके लिए आपका धन्यवाद। ഞങ്ങളുടെ ജീവിതം തിരുസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നു. आप हम लोग अपने जीवन को आपके उपस्थिति में फिर से रखते हैं। വന്നുപോയ കുറവുകളെല്ലാം ക്ഷമിക്കണമേ. आए हुए जो भी बलहीनता है उन सबको आप माफ कीजिएगा, അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. वो यीशु मसीह के महान नाम से ആമേൻ. आमेन।